ഇപ്പോൾ നമ്മോടൊപ്പം CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാഷ് ചേരുന്നുണ്ട്. മാഷെ, എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? ഈ രണ്ട് മണ്ഡലങ്ങളും, വടകര, കോഴിക്കോട്, ഈ രണ്ട് മണ്ഡലങ്ങളും നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുന്നു. അപ്പോൾ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നല്ല ഒരു രാഷ്ട്രീയമായ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ്, ഒരു രാഷ്ട്രീയ സമരം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എന്നാൽ വടകരയിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു സമീപന രീതിയാണ് കോൺഗ്രസ് UDF നേതൃത്വം സ്വീകരിച്ചത്. ശൈല ടീച്ചർ സ്ഥാനാർത്ഥിയായി വന്നതോടെ വലിയ വെപ്രാളം. ആ വെപ്രാളത്തിൻ്റെ ഭാഗമായി അശ്ലീലമായി അധിക്ഷേപിക്കുന്ന നിലയടക്കം സ്വീകരിച്ചു. അതിനെല്ലാം എതിരായിട്ടുള്ള അതിശക്തമായ വിയോജിപ്പും അസംതൃപ്തിയും UDF-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ UDF-ൻ്റെ അണികൾക്കും അതുപോലെ പ്രവർത്തകന്മാർക്കും ഒക്കെ സഹിക്കാനും അതുപോലെ തന്നെ പൊറുക്കാനൊക്കെ കഴിയുന്നതിനപ്പുറത്തായിരുന്നു. അതെല്ലാം അവർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പലരും മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായി അവിടെ മാറിയിട്ടുണ്ട്. പോളിംഗ് ശതമാനം അല്പം കുറവാണ്. അത് സ്വാഭാവികമായും UDF-ൻ്റെ വോട്ടർമാരും എല്ലാം ഇത്തരം അസംതൃപ്തി ഒക്കെ ഉള്ള ആളുകൾ, കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ്സുകാരടക്കമുള്ള UDF-ൻ്റെ അണികൾ കുറച്ച് പേര് വോട്ട് ചെയ്യാൻ പോകാതെ ഇരുന്നിട്ടുണ്ടാകാം. CPM ജില്ലാ സെക്രട്ടറി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ വടകരയിലും കോഴിക്കോടും LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പങ്കുവെക്കുന്നത്. അതുതന്നെയാണ് മുന്നണിയുടെയും പാർട്ടിയുടെയും വിലയിരുത്തൽ.